ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ നായർ ഈഴവ ഐക്യം തകർത്തത് മുസ്ലിം ലീഗാണ് എന്ന് പറയുകയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. അതുകൂടാതെ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇപ്പോൾ നസ്രാണി വരെ, നായർ മുതൽ നസ്രാണി വരെയുള്ള ഐക്യം എന്നുള്ളതാണ്. അപ്പോൾ അതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നു. ആദ്യം ഹിന്ദു ഐക്യത്തെക്കുറിച്ച് പറഞ്ഞു, ഈ നസ്രാണി എങ്ങോട്ട് വരുന്നു? ഇത് കഴിഞ്ഞ വർഷവും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നസ്രാണി എന്തിനു ചേർക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അവർക്ക് പേടിയാണ് എന്നാണ്. അത് പറഞ്ഞു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മുസ്ലിം വിഭാഗത്തെ പേടിയാണ് എന്നാണ്. എത്രത്തോളം വർഗീയമായ പരാമർശങ്ങളാണ് ഈ കേരളത്തിലിരുന്നു കൊണ്ട് ഈ സമുദായ നേതാവ് പറഞ്ഞു നടക്കുന്നത്, പ്രസംഗിച്ച് നടക്കുന്നത്? കേസെടുക്കേണ്ട കാര്യമല്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ? അല്ല, ആദ്യം ശ്രുതി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുകയാണ്. നമ്മൾ എന്താ കേരള തൊഗാടിയാന്ന് ഓൾറെഡി നമ്മൾ വിശ്വസിപ്പിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ കേസെടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഞാൻ വിദ്യാസാഗർ പറഞ്ഞെന്ന് ഒരടി മുന്നോട്ടേക്ക് പോവുക. എങ്ങനെയൊക്കെയാണ് വെള്ളാപ്പള്ളി നീങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ ആദ്യം പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം പിന്നോക്ക സമുദായങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാസാഗർ പറഞ്ഞു. അതിനുശേഷം പിന്നോക്ക സമുദായ സംവരണ മുന്നണിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയിട്ടാണ് പിന്നോക്ക സമുദായ ഈ ലത്തീൻ കത്തീഡ്രൽ, ഈഴവർ, മുസ്ലിം ലീഗ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കേസ് സുപ്രീം കോടതിയിൽ കൊടുക്കേണ്ട വിഷയം വന്നു. അതെന്തിനാന്ന് വെച്ചാൽ EW സമരത്തിനെതിരായിട്ടാണ്. അതിന് മുൻപന്തിയിൽ നിന്ന് അദ്ദേഹമല്ലേ. അതിന് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ എപ്പോഴും ഇല്ലേ, ഞാനുണ്ടല്ലോ അതില്. അപ്പൊ എനിക്കറിയാലോ. അന്ന് അദ്ദേഹം നായന്മാർക്കെതിരായിട്ട് അതിശക്തമായിട്ട് ഒരു തരത്തിലുള്ള സംവരണം അവർക്ക് കൊടുക്കരുത് എന്നുള്ള തീരുമാനമാണ് എടുത്തത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അതിൽ ആ മുന്നണിയിൽ മുസ്ലിം ലീഗും ഉണ്ടായിരുന്നു. അപ്പൊ മുസ്ലിം ലീഗും അദ്ദേഹവുമായിട്ട് ചേർന്നിട്ട് കേസുകൾ കാര്യം എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. സമരം ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം ലീഗ് തിരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് സവർണ ആധിപത്യത്തിനെതിരെ നമ്മൾ ഒരുമിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ ശേഷം ലീഗ് ചതിച്ചു എന്നാണ് പറയുന്നത്. ഒരിക്കലും 100% നുണയാണത്. ലീഗ് അങ്ങനെ ചതിച്ചതായിട്ടൊന്നും പറയാൻ പറ്റില്ല. വെറുതെ ചുമ്മാ നമ്മൾ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ലീഗുകാരനൊന്നുമല്ലല്ലോ. അപ്പോൾ അല്ല, അതിലോട്ട് ഞാൻ വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞത്, എങ്ങനെയാണ് ആ മുന്നണി തകർന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ ഈഴവ, നായർ, മുസ്ലിം, ക്രിസ്ത്യാനിയായിട്ട് മാത്രമേ പറയണുള്ളൂ. വേറൊരു 17% ആൾക്കാരുണ്ട് ഇവിടെ. അവർ ആരെന്നറിയോ? ഈ പിന്നോക്കം കിടക്കുന്ന ആൾക്കാർ. അതായത് ചാലിയന്മാർ, മുക്കോന്മാർ, എഴുത്തച്ഛന്മാർ, പത്മശാലികൾ, ഈ വിഭാഗം 7-8% ഉണ്ട്. അവരുടെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് SC/ST വിഭാഗം, പുന്നല ശ്രീകുമാർ അടക്കമുള്ളവർ ആ പിന്നോക്ക സമുദായ മുന്നണിയിൽ നിന്ന് പോയി. അങ്ങനെയാണ് ആ പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞിട്ടുള്ളത് തകർന്നത്. അത് തകരാനുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കാരണമാണ്. ഇനി ലീഗ് ആയിട്ട് ലീഗ് പണം, ഞാൻ ചോദിക്കട്ടെ, ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. കേരളത്തിലെ നമ്മളൊറ്റ ചോദ്യം ചോദിക്കുക. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കാണോ ജനങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്ന റോഡിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾക്കാണോ? ഞാൻ പറയട്ടെ, സാമുദായിക സംഘടനകൾക്ക് ഒരു വോട്ടുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വോട്ടുമില്ല എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ വെള്ളാപ്പള്ളിയുടെ വാർഡിൽ തോറ്റില്ല അവർ ഇത്തവണത്തെ ഇലക്ഷനിൽ. അതിന് മുമ്പ് അദ്ദേഹം വേണുവിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു, തോറ്റു. വേണു ജയിച്ചു. ഇവിടെ ശംസുദ്ദീനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ് വേറൊരാൾ അവർ ജയിച്ചു, ശംസുദ്ദീൻ ജയിച്ചു. അങ്ങനെ തൃശ്ശൂർ ഇലക്ഷനിൽ നമുക്കടയിലെ ബിഷപ്പ്മാർ ഇടപെട്ടിട്ട് ഞാൻ വെള്ളാപ്പള്ളിയിൽ മാത്രം ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് എല്ലാവർക്കും കൂടെ ഒരു താക്കീതാണ്. അനാവശ്യമായിട്ട് സാമുദായിക സംഘടനകളെടുത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനി ഞാൻ പറയുമ്പോൾ താഴത്തോടെ എഴുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷണം. ഞാനൊരു സാമുദായിക സംഘടനയുടെ പ്രസിഡന്റ് തന്നെ. MES ഒരു സാമുദായിക സംഘടനയാണ്, അതിനെപ്പറ്റി ഒരു തർക്കവുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, രാഷ്ട്രീയക്കാർ സാമുദായിക സംഘടനകളുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട, സാമുദായിക സംഘടനകൾ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും ഇടപെടണ്ട എന്നുള്ളതാണ്. പിന്നെ ചോദ്യം, മുകളിൽ എഴുതി വെച്ച ചോദ്യം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ജിൻഡോനോട് യോജിക്കുകയാണ്. VD സതീഷിനും ഉന്നവൊക്കെയാണ്. എന്താ പറയുക, VD സതീശൻ അവിടെ ചെന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അത് ചെല്ലണതും അവർ പറയുന്നത് കേൾക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലല്ലേ? ഞാനൊരു കാര്യം ചോദിക്കാം. വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായർക്കോ CPMൻ്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കൈയിടാൻ പറ്റുമോ? പറ്റൂല. അതേ സമീപനമാണെന്നേ സതീഷിനുള്ളത്. സതീഷനും പറയണത് തന്നെയാണ്, അതിലൊന്നും ഇടപെടണ്ടെന്നാ. അദ്ദേഹം അവിടെ പോയി കാണും. അതൊക്കെ വേറെ, അദ്ദേഹം നായർ തന്നെയാണല്ലോ. അപ്പം ധിക്കാരപൂർവ്വം പെരുമാറണ്ടെന്ന് വിചാരിച്ച് അദ്ദേഹം പോയി കാണും. അതേമാതിരി തന്നെ ചിലപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ അവിടെ പോയി കാണും, സുഖമില്ലാതെ കിടക്കുന്ന സുകുമാരൻ നായരെ കാണാനായിട്ട്. ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇത് വരണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, ഈ എല്ലാവരും പോയിക്കോട്ടെ, സുകുമാരൻ നായർ ഞാൻ പറഞ്ഞാലും അങ്ങൊരു കാര്യത്തിൽ വ്യക്തം വരുത്താനുണ്ട്. ഇപ്പോൾ ഈ സമുദായ നേതാക്കൾ പറയുന്ന ഒരു കാര്യം, ഈ സമുദായ നേതാക്കളെ കാണാൻ പോകുന്നത്, അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാണാൻ പോകുന്നതും വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്നതും ഒരേ രീതിയിലാണോ കാണേണ്ടത്?
വർഗീയ പ്രസംഗങ്ങൾക്കെതിരെയുള്ള പ്രതികരണം അത് ഒരു പ്രതികരണമായിട്ട് എടുക്കേണ്ടതും കാണാൻ പോകുന്നതും രണ്ടും ഒരുപോലെയാണ് എന്ന രൂപത്തിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ കാണാൻ പോകുന്നല്ലോ, ഇവരെ കാണാൻ പോകുന്നല്ലോ, സിനഡിൽ പോകുന്നല്ലോ എന്നൊക്കെയാണ് ഇന്ന് NSS ജനറൽ സെക്രട്ടറി പറയുന്നത്. രണ്ടിനെയും ഒരുപോലെയാണോ കാണേണ്ടത്? വർഗീയ പ്രസംഗത്തിനെതിരെ വിമർശനം ഉയർത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഒരുപോലെ പ്രതികരിക്കേണ്ടതല്ലേ? അത് ഞാനൊരു കാര്യം പറയാം. പൊതുവെ തന്നെ സുകുമാരൻ നായർ പൊതുവെ മാന്യമായ ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. അത് കുറച്ച് ധിക്കാരമൊക്കെ അയാൾക്കുണ്ട്. പക്ഷേ അയാൾ മാന്യമായ ഉപയോഗിച്ച് മറ്റുള്ള മതങ്ങളെ അല്ലെങ്കിൽ സമുദായങ്ങളെ അദ്ദേഹം പൊതുവെ ആക്ഷേപിക്കാറില്ല. ഇദ്ദേഹം ഞാൻ പറട്ടെ, ഞാൻ കേട്ടിട്ടുള്ളതാണ്, അദ്ദേഹം TMമാരെ ആക്ഷേപിക്കുന്നു, അദ്ദേഹം SC/STകളെ ആക്ഷേപിക്കുന്നു, മുസ്ലിമുകളെ ആക്ഷേപിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ ആക്ഷേപിക്കുന്നു, കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ പുല്ല് വില കാണിച്ചിട്ടില്ല. പിന്നെ ഡൽഹി നായർ, ഇവിടുത്തെ നായർ എന്താ പറയുക, മറ്റേ ചങ്ങനാശ്ശേരി നായർ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇദ്ദേഹം അന്ന് മറ്റേ ശശി തരൂർ ആക്ഷേപിച്ചിട്ടില്ലേ? അപ്പോൾ എല്ലാവരെയും ആക്ഷേപിക്കാനായിട്ട് ഒന്നല്ലെങ്കിൽ ഷേക്സ്പിയർ പറഞ്ഞാൽ ഈസ് ദർ എ മെത്തേഡ് ഇൻ ദിസ് മാഡ്നസ് എന്ന് പറഞ്ഞാൽ യെസ് ദർ ഇസ് എ മെത്തേഡ് ഇൻ ദിസ് മാഡ്നസ്. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഓരോ സമയം ഓരോന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് വയസ്സിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. വയസ്സാകുമ്പോൾ നമ്മൾ കുറേയൊക്കെ ഒഴിവാകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് പ്രസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നാഷണൽ ഹെഡ്ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടും തോന്നിയതൊക്കെ വിളിച്ചു പറയാനെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അതിൽ ഒരു മാഡ്നസ്സിന് ഒരു മെത്തേഡൊന്നും എനിക്ക് കാണുന്നില്ല. അദ്ദേഹം വിദ്യാസാഗർ പറഞ്ഞ പോയിന്റുകളോടും ജിൻഡോ പറഞ്ഞ പോയിന്റുകളോടും യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, എനിക്ക് തോന്നണില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വല്ല വെളിവുണ്ടെന്ന്. പക്ഷെ എന്നാലും മതസാമുദായിക ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം അതാണ്. മതസാമുദായിക സംഘടനകളുടെ അടുത്ത് വോട്ടൊക്കെ ചോദിക്കാൻ പോകുന്നത് അത് മര്യാദയല്ലേ? ഒരു വോട്ട് ചോദിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ പോയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ നിൽക്കണമെങ്കിൽ, അതായത് എങ്ങനെയെങ്കിലും ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് വർഗീയവൽക്കരിച്ചോ അല്ലെങ്കിൽ ജാതിവൽക്കരിച്ചുകൊണ്ടോ വോട്ട് നേടാം എന്നുള്ള ഒരു ഐഡിയ എടുത്തുകൊണ്ട് ഏത് നേതാക്കന്മാരെ പോവുകയാണെങ്കിലും അവർക്ക് കേരളം കനത്ത തിരിച്ചടി നൽകുമെന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം.